ഇമെയിൽ റൈറ്റിംഗ് ഈ വരുന്ന മോഡൽ എക്സാമിലും ആനുവൽ എക്സാമിലും നിങ്ങൾക്ക് 6 മാർക്കിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ റൈറ്റിംഗ്. ആ ഇമെയിൽ റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലുള്ള ധാരാളം വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ SCERT നമുക്ക് തന്നിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതിൽ 6 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താ നോക്കാം. യുവർ ഇന്നോവേറ്റീവ് ഐഡിയ ഫോർ എ sustainable waste disposal mechanism has been selected for the Young Innovators Program. നമ്മളിങ്ങനെ ഒരു വേസ്റ്റ് ഡിസ്പോസൽ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് ഒരു മെഷീൻ ഉണ്ടാക്കി ഒരു പുതിയൊരു ഐഡിയ ഉണ്ടാക്കി. അപ്പോൾ അത് എന്താക്കി, യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് സെലക്ട് ആയി. ഡ്രാഫ്റ്റ് an email to Bolland Industries enquiring about the potential for implementation of this idea. നമ്മൾ ഉണ്ടാക്കിയ ഈ ഐഡിയ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് ബോലൻഡ് ഇൻഡസ്ട്രീനോട് ചോദിക്കാം. എങ്ങനെ നമ്മളൊരു പുതിയ ഐഡിയ കണ്ടെത്തി, ആ ഐഡിയ സെലക്ട് ചെയ്തു, ഇങ്ങനെ ഒരു യങ് ഇന്നോവേഷൻ പ്രോഗ്രാമിലേക്ക് സെലക്ട് ചെയ്തു. പക്ഷേ ആ ഐഡിയ എങ്ങനെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ ആരോട് ചോദിക്കുകയാണ്? ബോലൻഡ് ഇൻഡസ്ട്രീസിനോട് ചോദിക്കുകയാണ്. അപ്പോൾ റിക്വസ്റ്റിംഗ് ദെയർ സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻറ്റ് ടു അഡ്വാൻസ് പ്രോജക്റ്റ്. ഈ ഒരു പ്രോജക്റ്റ് അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്, അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് എന്ത് ചോദിക്കുകയാണ്? സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റൻസ് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ഇമെയിലാണ്. സോ ഇങ്ങനൊരു ഇമെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഫ്രം അഡ്രസ്സ് ആരായിരിക്കും അല്ലെങ്കിൽ ടു അഡ്രസ്സ് ആരായിരിക്കും എന്നുള്ളത് ഓർമ്മയുണ്ടായിരിക്കുക. ടു അഡ്രസ് ആരായിരിക്കും? ബോലൻഡ് ഇൻഡസ്ട്രീസിലേക്കായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, ഇവിടെ അതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബോക്സ് വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ഇമെയിൽ റൈറ്റിംഗ് മാക്സിമം ഒരു ബോക്സിലേക്ക് ആക്കിയിരിക്കുക. അപ്പോൾ പിന്നെ ഇവിടെ എഴുതേണ്ടത് ടു അഡ്രസ് ആണ്. ടു അഡ്രസ്സിൽ ആരായിരിക്കും വരിക? നമ്മുടെ ബോലൻഡ് ഇൻഡസ്ട്രീസ് @gmail.com എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ടായിരിക്കുക. @gmail.com എന്തായാലും ബോലൻഡ് ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ ABCD കൊടുത്തു കഴിഞ്ഞാലും പക്ഷേ അവിടെ ഒരു @gmail.com എന്നുള്ളൊരു സെഗ്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രം അഡ്രസ്സ് കൊടുക്കാം. ഫ്രം എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാം. ഫ്രം അഡ്രസ്സ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഫ്രം ഇമെയിൽ ID നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെച്ചിട്ട് @gmail-നോ ABCD-നോ 123-നോ @gmail കൊടുക്കാം. അതല്ലാതെ മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ് സബ്ജക്റ്റ്. എന്താണ്? സബ്ജക്റ്റ് കൊടുക്കുക. ഓക്കെ, സബ്ജക്റ്റ് എന്താണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടും. റിക്വസ്റ്റിംഗ് ഇതേർന്നില്ല യുവർന്ന് കൊടുക്കുക. സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻറ്റ് ടു അഡ്വാൻസർ പ്രൊജക്ട്. റിക്വസ്റ്റിംഗ് യുവർ സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻറ്റ് ടു ദ അഡ്വാൻസർ പ്രൊജക്ട് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സാല്യൂട്ടേഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്താണ്? സാല്യൂട്ടേഷനിൽ നമുക്ക് സർ എന്ന് കൊടുക്കാം. ഇതൊരു ഫോർമൽ ഇമെയിൽ ആയതുകൊണ്ട് നമുക്ക് സർ അല്ലെങ്കിൽ മാം എന്ന് തന്നെ കൊടുക്കണം. അല്ലാതെ ഇതൊരു ഇൻഫോർമൽ ഇമെയിലാണ്, ഏതെങ്കിലും ക്യാരക്ടർ, നമ്മുടെ ചാപ്റ്ററുകളിലുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ മറ്റൊരു ക്യാരക്ടറിനെ അയക്കുന്നതാണെങ്കിൽ അത് മിക്കവാറും ഇൻഫോർമൽ ആയിരിക്കും. അപ്പം നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? ഡിയർന്നോ ഡിയർ ഫ്രണ്ടെന്നോ എന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ബോഡി പാർട്ടിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്, ഇങ്ങനൊരു യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൽ നമ്മുടെ ഇന്നോവേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ലെവലിലേക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്, നിങ്ങൾ സഹായിക്കുമെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് സപ്പോർട്ടും അതുപോലെ തന്നെ അസിസ്റ്റൻസും വേണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി വേസ്റ്റ് ഡിസ്പോസൽ പരിപാടിയിലൊക്കെ അടിപൊളിയാണ്, സെറ്റാണെന്നുള്ള കാര്യങ്ങൾ അതിനെ ഉത്ബോധിപ്പിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ട് ക്ലോസിംഗ് ലൈന് കൊടുക്കുക. പിന്നെ അവസാനം സെൻഡേഴ്സ് നെയിം. ഓക്കെ, സെൻഡേഴ്സ് നെയിം കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഫ്രം അഡ്രസ്സ് എഴുതുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രം അഡ്രസ്സിൽ ആ ഒരു പേര് തന്നെ ഇവിടെ എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേര് എഴുതി കൊടുത്താൽ മാത്രം മതി. അവിടെ ഇമെയിൽ അല്ല, ആ ഒരു പേര് എഴുതി കൊടുക്കുക. മാക്സിമം ഷോർട്ടാക്കുക. 6 മാർക്ക് ഉണ്ടെന്ന് കരുതിയിട്ട് ഇത് കംപ്ലീറ്റ് വലിയൊരു ഇൻഫോർമൽ ലെറ്റർ എന്നത് പോലെ കംപ്ലീറ്റ് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. ഫോർമൽ ലെറ്റേഴ്സ് കമ്പാരിറ്റീവ്ലി, അല്ലെങ്കിൽ ഫോർമൽ ഇമെയിൽസ് കമ്പാരിറ്റീവ്ലി ലെങ്ത്ത് കുറവായിരിക്കും. ആ ഒരു ലെങ്ത്ത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്താക്കുക, ഇങ്ങനെ ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ മോഡൽ എക്സാമിന് വേണ്ടിയുള്ള ലൈവ് ക്ലാസ്സുകളും മാരത്തോൺ ക്ലാസ്സുകളും ഒക്കെ നമ്മൾ സെറ്റാക്കുന്നുണ്ട്. സോ അതൊന്നും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇനിയുള്ള ലൈവ് ക്ലാസ്സുകളിൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കാം. ഈ ഒരു ഇമെയിലിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന മോഡൽ എക്സാമിന് മാത്രമല്ല ആനുവൽ എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾ പോകാൻ പോകുന്ന +1-ലേക്കോ +2-ലൊക്കെ ഈ ഒരു ഫോർമാറ്റ് തന്നെ നിങ്ങൾക്ക് കീപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓൾ ദി ബെസ്റ്റ്.